ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് ചോതി നക്ഷത്രത്തിൻ്റെ 2025 ആണ്ട് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലെ ഗുണദോഷ ഫലങ്ങളാണ്. ഈ ചോതി നക്ഷത്രക്കാർക്ക് ഈ 2 മാസങ്ങളിൽ, മാർച്ചും ഏപ്രിൽ മാസങ്ങളിൽ ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് കാണുന്നത്. ഇതിലെടുത്തു പറയേണ്ടത്, നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തികൾ ഉദ്ദേശിച്ച ഫലം കാണുകയില്ല. അത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യുന്നതാണ്. സാമ്പത്തികം, അതായത് പ്രോഫിറ്റ് മോട്ടീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഉദ്ദേശിച്ച പോലെ ഫലം കാണുകയില്ല. നാൽക്കാലികളിൽ നിന്നും പ്രതീക്ഷയിൽ കവിഞ്ഞ ഒരു ലാഭമുണ്ടാകുന്നൊരു സമയമാണ്. നിങ്ങൾക്ക് കാറ്റിൽ ഫാമുമായിട്ട് ബന്ധപ്പെട്ട് വരുമാനം പ്രതീക്ഷിക്കുന്നവർക്കൊക്കെ ഗുണകരമായ സമയമാണ്. ഉറ്റ ബന്ധുക്കൾ പ്രതിപ്രവർത്തനങ്ങൾ നടത്തുന്നതാണ്. നിങ്ങളുടെ ഉറ്റ ബന്ധുക്കളൊക്കെ എതിർചേരിയിലേക്ക് നടന്ന് നിങ്ങളുമായിട്ട് ശത്രുത ഉണ്ടാക്കിയെടുക്കുന്ന സമയമാണ്. സന്താനങ്ങളുടെ സഹായം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നൊരു സമയമാണ് ഈ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ. നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹമൊക്കെ ഉള്ളതിനാൽ എല്ലാ പ്രതിബന്ധങ്ങളെയും നിങ്ങൾക്ക് തരണം ചെയ്യാൻ സാധിക്കുന്നൊരു സമയമാണ്. നിങ്ങളുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാവുന്നൊരു സമയമാണ്. ദൈവകൃപയാൽ അതൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. വ്യാപാരികൾക്ക് പ്രതീക്ഷിക്കാതെ കുറച്ച് നഷ്ടങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. ധനപരമായിട്ട് നഷ്ടങ്ങൾ ബിസിനസ്സിലൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. നിങ്ങൾ യാത്രാവേളകളൊക്കെ വിഘ്നേശ്വര ഭഗവാനെ ധ്യാനിച്ചിട്ട് വേണം തുടങ്ങാനായിട്ട്. നിങ്ങൾ അനാവശ്യ തർക്കങ്ങളിൽ ഇടപെട്ട് നഷ്ടം സംഭവിക്കാതെ നോക്കേണ്ടതാണ്. കാർഷിക രംഗത്ത് നിങ്ങൾക്ക് മികവ് കാട്ടാൻ സാധിക്കുന്ന സമയമാണ്. അതുപോലെ തന്നെ ഈ ഏപ്രിൽ മാസമൊക്കെ ആകുമ്പോൾ ശുക്രബുധ യോഗം കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രോഗങ്ങളിൽ നിന്നൊക്കെ മോചനം നേടാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ വിദ്യയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കുറേ ഗുണങ്ങളുണ്ടാകുന്നൊരു സമയമാണ്. വിദ്യാർത്ഥികൾക്കൊക്കെ ഗുണകരമായി മാറുന്നതാണ്. ബന്ധുക്കളുടെ നീരസം നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ അവരെയൊക്കെ വിളിച്ച് സംസാരിക്കുന്നതിലൂടെ അവരുടെ നീരസം നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്നൊരു സമയമാണ്. മുടങ്ങിക്കിടന്ന പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾ പൂർത്തിയാക്കുന്നതാണ്. അല്ലെങ്കിൽ പുണ്യകർമ്മങ്ങൾ പൂർത്തിയാക്കണം. കുടുംബ പരദേവതയായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾ ഒരു കർമ്മമൊക്കെ ചെയ്ത് അത് പൂർത്തീകരിക്കുന്നതാണ്. ജീവിത പങ്കാളിയുമായിട്ട് അഭിപ്രായ വ്യത്യാസമുള്ളതുകൊണ്ട് തന്നെ ദമ്പതിഭാവം അത്ര ഗുണകരമല്ല. നിങ്ങൾക്ക് ബന്ധുജനങ്ങൾ മൂലം പലവിധ അനർത്ഥങ്ങൾ ഉണ്ടാകുന്നൊരു സമയമാണ്. നിങ്ങളുടെ ഇഷ്ടജനങ്ങളുടെ വിരഹം മനസ്സ് അസ്വസ്ഥമാക്കുന്ന ഒരു സമയം കൂടിയാണ്. സഹോദരങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി നിങ്ങൾ ചെയ്യുന്നത് വിനയായി കലാശിക്കുന്നതുകൊണ്ട് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ട് ചില എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുടെ അഡ്വൈസൊക്കെ വാങ്ങിയിട്ട് മാത്രം ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളുടെ പണവും സമയവും ഒക്കെ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ചെയ്യേണ്ടതാണ്, നമ്മൾ വേസ്റ്റാക്കും. പക്ഷെ അവരിൽ നിന്ന് നമുക്ക് ഒരു ശത്രുതാ മനോഭാവത്തോടുകൂടി അവർ പെരുമാറുന്നതാണ്. അവർക്ക് നമ്മൾ ചെയ്തതെല്ലാം കടലിൽ കായം കലക്കിയ പോലെ ആയി. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യവും കൃത്യമായിട്ട് വീക്ഷണത്തോടുകൂടി കൃത്യമായ പ്ലാനിങ്ങോടുകൂടി മാത്രം അപ്രോച്ച് ചെയ്യുക. നിങ്ങളുടെ മുൻകോപവും ക്ഷമയില്ലായ്മയും നിങ്ങൾക്ക് ദോഷം ചെയ്യുന്നൊരു സമയമാണ്. അതുകൊണ്ട് അനാവശ്യമായ കലിതുള്ളി അതുപോലുള്ള പ്രതിഭാസങ്ങളൊക്കെ ഒന്ന് മാറ്റേണ്ടതാണ്. എല്ലാ കാര്യത്തിലും ഒരു ക്ഷമയോടെയുള്ള സമീപനം വേണ്ടതാണ്. ഇതൊക്കെ കുടുംബജീവിതത്തിലും ബിസിനസ്സിലും മറ്റ് റിലേഷൻസിലൊക്കെ ആവശ്യമില്ലാതെ ക്ഷമയില്ലാതെ ഉള്ള തുറന്നടിച്ചുള്ള സംസാരമൊക്കെ ഒന്ന് ഒഴിവാക്കേണ്ടതാണ്. ഇത്രയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കാലം ഒരുവിധം പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഗുണഫലങ്ങളുടെ മാറ്റം വർദ്ധിപ്പിക്കുവാനും ദോഷഫലങ്ങളുടെ കാഠിന്യം കുറയ്ക്കുവാനുമായിട്ട് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ സുബ്രഹ്മണ്യ ക്ഷേത്രം ദർശിക്കേണ്ടതും ഭഗവാൻ 21 മാല നാരങ്ങ കോർത്ത മാല സമർപ്പിക്കേണ്ടതും അത്യാവശ്യമാണ്. അതോടൊപ്പം തന്നെ പറ്റിയാലൊന്ന് പഴനിയിൽ പോയിട്ട് തലമുണ്ടനം ചെയ്ത് സാക്രിഫൈസ് ചെയ്യുക. അപ്പം സർവസ്വവും ഭഗവാന്റെ ചരണങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് ഭഗവാന്റെ ചരണങ്ങളിൽ അഭയം പ്രാപിക്കുകയാണെങ്കിൽ ഭഗവാൻ നിങ്ങളെ തീർച്ചയായിട്ടും രക്ഷിക്കുന്നതാണ്. എത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.